ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ക്രിയാത്മക സ്വാധീനം ഇന്ത്യയെ അസാധാരണ വിജയഗാഥയിലേക്കാണ് നയിക്കുന്നതെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക യോഗത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് CPIM നേതാവ് AK ബാലൻ. റിപ്പോർട്ട് പുറത്തുവന്നതോടെ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024 ഇന്ന് ഹൈദരാബാദിൽ തുടക്കമായി. ഈ വർഷത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്രനട ഞായറാഴ്ച അടയ്ക്കും. ശനിയാഴ്ച വരെ ഭക്തർക്ക് ദർശനം. വനിതാ ഹോക്കി ഒളിമ്പിക് യോഗ്യതാ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ അഭിസംബോധന ചെയ്യുന്നു. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് അഭിസംബോധന. വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ രാജ്യത്തുടനീളമുള്ള ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു. കേന്ദ്രമന്ത്രിമാർ, MPമാർ, MLAമാർ, തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരാണ്. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര സംസ്ഥാനത്ത് ജനശ്രദ്ധയാകർഷിച്ചു മുന്നേറുന്നു. യാത്രയുടെ ഭാഗമായി കോഴിക്കോട് പുതിയാപ്പയിൽ നടന്ന പൊതുസമ്മേളനം മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരം ഈസ്റ്റ് ഹിൽ ജംഗ്ഷന് സമീപം നടക്കുന്ന പരിപാടിയിലും ശ്രീ ജാവ്ദേക്കർ പങ്കെടുക്കും. തിരുവനന്തപുരം ജില്ലയിൽ 26 സ്ഥലങ്ങളിൽ യാത്ര പര്യടനം പൂർത്തിയാക്കി. കോട്ടയം ജില്ലയിലെ നഗരമേഖലയിലെ പര്യടനം കോട്ടയം നഗരസഭയിൽ തുടരുകയാണ്. രാവിലെ 10:30 ചിങ്ങവനത്തെത്തിയ യാത്ര ഉച്ചകഴിഞ്ഞ് നാട്ടകത്ത് പര്യടനം നടത്തും. PM ഉജ്ജ്വല യോജന പ്രകാരം സൗജന്യ പാചകവാതക കണക്ഷൻ ലഭിച്ച വെളിയം ഗ്രാമപഞ്ചായത്ത് നിവാസി രാജമ്മ കൊല്ലം ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ യാത്രയ്ക്കിടെ ആകാശവാണി വാർത്തയോട് തന്റെ സന്തോഷം പങ്കുവച്ചു. അജിത്ത് മെമ്പർ മുഖേനയാണ് എനിക്ക് ഗ്യാസ് അടുപ്പിന്റെ ഇത് കിട്ടിയത്. ഞാൻ വിറവ് വെച്ചാണ് തീകരിക്കുന്നത്. അത് തീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. വിറവ് പറക്കാൻ പാടുന്ന എനിക്ക് നിവർത്തിയത്. എന്റെ കാലിൽ രണ്ടും നെയ്യാത്തയാണ്. പുക കൊണ്ടുമൊക്കെ ഞാൻ വളരെ അങ്ങ് ബുദ്ധിമുട്ടിയപ്പോഴാണ് എനിക്ക് നരേന്ദ്രമോദി സാറിന്റെ സൗജന്യം ഇതിനുണ്ടെന്ന് മെമ്പർ വന്ന് പറഞ്ഞ് എനിക്കിത് കിട്ടിയത്. അത് ഞാൻ അദ്ദേഹത്തിന്, നരേന്ദ്രമോദി സാറിനെ എപ്പോഴും എന്റെ മനസ്സുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, നമസ്കരിക്കുന്നു. ഇന്ത്യയുടേത് അസാധാരണ വിജയഗാഥയെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ബ്ലിങ്കൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ക്രിയാത്മക സ്വാധീനം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യയും US തമ്മിലുള്ള ബന്ധം പ്രതിരോധം, സുരക്ഷ, ഭീകരവാദം, സൈബർ സുരക്ഷ, വ്യാപാരം, സാമ്പത്തികം തുടങ്ങിയ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. രാവിലെ മഹാരാഷ്ട്രയിൽ 2000 കോടി രൂപയുടെ 8 അടൽ അമൃത് പദ്ധതികളുടെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിക്കും. PMAY അർബനിൽ പൂർത്തിയാക്കിയ 90,000-ലധികം വീടുകൾ പ്രധാനമന്ത്രി ഗുണഭോക്താക്കൾക്ക് സമർപ്പിക്കും. നാളെ ഉച്ചയ്ക്ക് ശേഷം കർണാടകയിലെ ബംഗളൂരുവിൽ ബോയിങ് ഇന്ത്യ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി സെന്ററിന്റെ ഉദ്ഘാടനവും ബോയിങ് സുകന്യ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. നാളെ ചെന്നൈയിൽ തുടക്കമാകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഈ മാസം 19 മുതൽ 31 വരെയാണ് ചെന്നൈ, കോയമ്പത്തൂർ, മധുര, ട്രിച്ചി എന്നിവിടങ്ങളിലായി ഗെയിംസ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രക്ഷേപണ മേഖലയുമായി ബന്ധപ്പെട്ട 250 കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. എക്സാലോജി കേസിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് CPIM നേതാവ് AK ബാലൻ. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സാലോജിക് സേവനം നൽകിയോ എന്ന് അന്വേഷിക്കാൻ ROCക്ക് അധികാരമില്ലെന്നും ശ്രീ AK ബാലൻ പറഞ്ഞു. കേന്ദ്ര ഏജൻസി കൃത്യമായ അന്വേഷണം നടത്തട്ടെയെന്നും കൂടുതൽ രേഖകൾ വേണമെങ്കിൽ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ട് പുറത്തുവന്നതോടെ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലുവയിലെ കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം ചെയ്തു കൊടുത്തു എന്ന എക്സാലോജിക്കിന്റെ വാദം ശരിവയ്ക്കുന്ന യാതൊരു രേഖയും ഹാജരാക്കിയിട്ടില്ലെന്നും ശ്രീ സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024 ഇന്ന് ഹൈദരാബാദിൽ തുടക്കമായി. ബീഗംബേഡ് വിമാനത്താവളത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫിക്കി, വ്യോമയാന മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 1500 പ്രതിനിധികളും 5000-ഓളം ബിസിനസ് പ്രതിനിധികളും 1 ലക്ഷത്തിലധികം സന്ദർശകരും പരിപാടിയിൽ പങ്കെടുക്കും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കേരളത്തിൽ മികച്ച വിജയം നേടുമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും MP-യുമായ പ്രകാശ് ജാവ്ദേക്കർ. കേരളീയർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പരിഗണനയാണ് നൽകുന്നതെന്നും കർഷകർക്കും സാധാരണക്കാർക്കും സഹായം നൽകി വരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എക്സാലോജിക് വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം നടക്കുമെന്നും നടപടി രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPM BJP ഒത്തുകളിയെന്ന UDF ആരോപണം ഈ വർഷത്തെ ഏറ്റവും വലിയ തമാശയാണെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു. പാകിസ്ഥാനിൽ ഇറാന്റെ വ്യോമാക്രമണം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് 4 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഉത്സവ പ്രതീതിയിൽ അയോധ്യ. രാപ്പകൽ വ്യത്യാസമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങളും നഗരത്തിന്റെ മോടി പിടിപ്പിക്കലും പുരോഗമിക്കുകയാണ്. ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള രാംപത്ത്, ഫുട്പാത്തുകളിലും കടകളിലും അവസാനവട്ട മിനുക്കുപണികൾ നടക്കുകയാണ്. സന്ദർശകരുടെ തിരക്കേറിയതോടെ സുരക്ഷാ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷ്ഠ കഴിയുന്നതോടെ പ്രതിദിനം 1 ലക്ഷം തീർത്ഥാടകരെയാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത്. തിങ്കളാഴ്ചയാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അയോധ്യ പ്രാണപ്രതിഷ്ഠയുടെ ഭാഗമായി പ്രാദേശിക ക്ഷേത്രങ്ങൾ ശുചീകരിക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് വിവിധ ക്ഷേത്രങ്ങളിൽ ശുചീകരണ യജ്ഞം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ഉള്ളൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കേന്ദ്രമന്ത്രി V. മുരളീധരൻ ശുചീകരണങ്ങൾക്ക് തുടക്കമിട്ടു. ക്ഷേത്ര ദർശനത്തിന് ശേഷം ക്ഷേത്രക്കുളവും പരിസരവും വൃത്തിയാക്കി. BJP പ്രാദേശിക പ്രവർത്തകരും മഹിളാ മോർച്ച പ്രവർത്തകരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. സന്നിധാനത്ത് അയ്യപ്പസ്വാമിക്ക് തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള ദർശനം ഇന്നുകൂടി. 20 വരെ ഭക്തർക്ക് ദർശനം നടത്താം. ഈ വർഷത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് 21-ന് നട അടയ്ക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സന്നിധാനത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് കണക്കിലെടുത്ത് രാവിലെ 3-ന് ഇന്നും നട തുറന്നു. തിരുവാഭരണങ്ങൾ അണിഞ്ഞുള്ള ദർശനം ഇന്ന് വരെയാണ് ഉള്ളത്. മണിമണ്ഡപത്തിൽ നിന്നും 18ാം പടിയിലേക്കുള്ള അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പ് ഇന്ന് വരെയാണ് നടക്കുക. നാളെ ശരംകുത്തിയിലേക്കാണ് എഴുന്നള്ളത്ത് നടക്കുക. എഴുന്നള്ളത്തിന് ശേഷം നടക്കുന്ന നായാട്ടുവിളി ചടങ്ങിനും നാളെ സമാപനമാകും. 20-ന് മാളികപ്പുറത്ത് ഗുരുതി നടക്കും. അന്നേ ദിവസം രാത്രി നടയടയ്ക്കുന്നതോടെ തീർത്ഥാടകരുടെ ദർശനം പൂർത്തിയാകും. 21-ന് രാവിലെ 6-ന് ആചാരപരമായി പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുണ്ടാവുക. അതിനുശേഷം തിരുവാഭരണ സംഘം തിരിച്ച് പന്തളത്തേക്ക് മടങ്ങുകയും ശേഷം നടയടയ്ക്കുകയും ചെയ്യും. വനിതാ ഹോക്കി ഒളിമ്പിക് യോഗ്യതാ സെമി ഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. റാഞ്ചിയിലാണ് മത്സരം. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇറ്റലിയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ വനിതകൾ സെമി ഫൈനലിൽ പ്രവേശിച്ചത്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ഇന്ന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർദ്ദേശം. ഈ മാസം 13-നാണ് ED 4ാം തവണയും കെജ്രിവാളിനെതിരെ സമൻസ് അയച്ചത്. പാഴ്സൽ ഭക്ഷണപ്പൊതികളിൽ ഉപയോഗ സമയം കാണിക്കുന്ന ലേബൽ പതിക്കണമെന്ന നിർദ്ദേശം നിർബന്ധമായി പാലിക്കണമെന്ന് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ. പല കടയുടമകളും നിർദ്ദേശം കൃത്യമായി പാലിക്കുന്നില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് നിർദ്ദേശം. ഇന്ത്യൻ സ്റ്റാമ്പ് ബിൽ 2023-ന്റെ കരട് പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാവുന്നതാണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി വ്യവസ്ഥ ആധുനീകരിക്കുന്നതിനുള്ള ബിൽ റവന്യൂ വകുപ്പ് തയ്യാറാക്കിയതായി കേന്ദ്ര ധനമന്ത്രാലയം അറിയിച്ചു. 1899-ലെ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിന് പകരമായാണ് ബിൽ കൊണ്ടുവരുന്നത്. പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും ഇന്ത്യൻ ബാങ്കും സംയുക്തമായി ഈ മാസം 24-ന് തിരുവല്ലയിൽ വായ്പാ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും. 1 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെ വായ്പാ പദ്ധതിയിൽ ലഭ്യമാകും. വിവരാവകാശ അപേക്ഷകളിൽ നിയമാനുസൃതം സമയബന്ധിത മറുപടി നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ശക്തമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം കാലിക്കറ്റ് സർവകലാശാലയിലെ EMS ചെയർ ഹാളിൽ സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. മുംബൈ വിമാനത്താവള റൺവേയിൽ യാത്രക്കാർ കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച സംഭവത്തിൽ സിവിൽ വ്യോമയാന സുരക്ഷാ ബ്യൂറോ ഇൻഡിഗോ എയർലൈൻസിന് 1,20 ലക്ഷം രൂപ പിഴ ചുമത്തി. മുംബൈ വിമാനത്താവളത്തിന് 60 ലക്ഷം രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ആശാൻ സ്മൃതി പല്ലനയിലെ ആശാൻ സ്മാരകത്തിൽ ഇന്നലെ ആരംഭിച്ചു. ഇന്ന് കുട്ടികളുടെ കലാമത്സരങ്ങൾ, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവയോടെ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ ഗുണഭോക്താക്കളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളുടെയും പരിപാടികളുടെയും ക്രിയാത്മക സ്വാധീനം ഇന്ത്യയെ അസാധാരണ വിജയഗാഥയിലേക്കാണ് നയിക്കുന്നതെന്ന് വേൾഡ് ഇക്കണോമിക് ഫോറം വാർഷിക യോഗത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. എക്സാലോജിക് കേസിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടില്ലെന്ന് CPIM നേതാവ് AK ബാലൻ. റിപ്പോർട്ട് പുറത്തുവന്നതോടെ മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതാ വിരുദ്ധമെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമായ വിങ്സ് ഇന്ത്യ 2024-ന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമായി.
ഈ വർഷത്തെ മണ്ഡലകാലത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല ക്ഷേത്രനട ഞായറാഴ്ച അടയ്ക്കും. ശനിയാഴ്ച വരെ ഭക്തർക്ക് ദർശനം. വനിതാ ഹോക്കി ഒളിമ്പിക് യോഗ്യതാ സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.